ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉള്ള റോഡ് പണി കഴിഞ്ഞു കേട്ടോ. അത് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അതിൻ്റെ അറ്റത്തായിട്ട് അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും കൂടിയിട്ട് അവരുടെ കൂടെ അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഇത് ഇന്ന് ഞായറാഴ്ചത്തെ രാവിലത്തെ നമ്മുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. പതിവ് പരിപാടി തന്നെയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തിരി നേരം വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മളെല്ലാ ഞായറാഴ്ചയും ബിരിയാണിയോ മന്തിയോ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പക്ഷെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ സാമ്പാർ വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ വൻപയർ കുതിരാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാം, ബീഫ് ഏട്ടൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ചാച്ചുകുട്ടി എണീച്ച് വന്നപ്പോൾ ഉണ്ട് എന്താ ഇന്ന് ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേറെ ഒന്നുമില്ല, ചോറ് വയ്ക്കാം, സാമ്പാറും ചപ്പാത്തി ഇപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചോറ് വേണ്ട വേണ്ട എന്ന് പറയാണ് കേട്ടോ. ബിരിയാണി അല്ലേ വെക്കാറെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് ഇത് നമ്മളെല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ ശീലം നാശമായിട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സാമ്പാർ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇപ്പോൾ നാളെ ആയാലും നമുക്ക് എന്തിനേലും എടുക്കാമല്ലോ. അപ്പോൾ അതെ ഞാനിപ്പോൾ എന്തായാലും ഇനി ബീഫ് കൊണ്ടുവരില്ല, അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ബീഫ് ഗ്രേവി ആക്കിയിട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. നമ്മുടെ മെനഞ്ഞാന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കാനിടാം. ഇതിപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അരിപ്പൊടി ഉണ്ട്. അരിയാണെന്നുവെച്ചെങ്കിൽ പൊടിക്കാനായിട്ടുള്ളത് ഒരു 7 കിലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകെ. അതിൽ നിന്ന് ഇനിയിപ്പോൾ മാറ്റി വെച്ചാൽ തീരെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് കുതിർത്തന്ന് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ പച്ചരി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചപ്പാത്തി അടുപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പുട്ട് അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ മാറി മാറി ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് ബീഫ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബീഫായിരുന്നു. അപ്പം ഞാനത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതെ നമ്മുടെ റോഡ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പഴയ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ടയും പാലൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നനയ്ക്കുമ്പോൾ ഒരു തണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ കുതിരയൊക്കെ എടുക്കുമല്ലോ. പെട്ടെന്ന് ഇവിടെ വെള്ളം ഇങ്ങനെ വറ്റി ഡ്രൈ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയും വെയിലല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ അതങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്ന് നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ റോഡ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് നമ്മുടെ ബീഫ് സൊറക്കയും വെള്ളം കൂടിയിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. സൊറക്ക കുറച്ച് ഒഴിച്ചേക്ക് 2-3 ടീസ്പൂൺ സൊറക്ക ഒഴിക്കും. പിന്നെ അതിന് മേലെ വെള്ളം അങ്ങനെ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്താൽ അതിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. തീരെ ബ്ലഡിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും. അപ്പം ഞാനിത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് ചതയ്ക്കണം. അപ്പോൾ അതൊക്കെ അത്യാവശ്യം തോല് കളഞ്ഞത് ഇരിക്കുന്നുണ്ട് കേട്ടോ. സവാള തീർന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ ചുവന്നുള്ളി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഇട്ടിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴൊക്കെയല്ലേ നമ്മൾ സവാളയൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത്. ആദ്യമൊക്കെ നമ്മൾ നല്ല സവാള ഇടാൻ നല്ല ഇടലും. ആദ്യമൊക്കെ ചുവന്നുള്ളിയാണ് അധികം ഇടാറ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വഴറ്റലൊക്കെ ഇപ്പോഴാണ് അല്ലേ. ആദ്യമൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഇതേപോലെ തന്നെയാണ് വെക്കുക. എന്തായാലും നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു വെപ്പും നമ്മുടെ മുറ്റത്തെ അടുപ്പിൽ തന്നെ വെക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചു. പിന്നെ തക്കാളിയും പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് അപ്പോഴാണ് കേട്ടോ തോന്നിയത്. ആദ്യം ഞാൻ വിചാരിച്ചു മഞ്ഞൾപ്പൊടിയും
പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് കൊണ്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെച്ചത്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും നമുക്ക് പണിയും ഇല്ല. പിന്നെ അധികം എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അതിൽ അത്യാവശ്യം നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ കാര്യം. അപ്പോൾ കുറച്ചൊക്കെ കഴുകണ സമയത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ബീഫ് കഴിക്കാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ ഗ്രേവി മാത്രമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതെ, നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഞാൻ ചെറുതാക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ബീഫൊക്കെ അത്യാവശ്യം നേരം വേവൂല. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ അങ്ങോട്ട് വെന്തയിൽ ഉടഞ്ഞോളും. മുന്നത്തെ ദിവസം നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഉള്ളി സാമ്പാർ. ആ സമയത്ത് ഞാൻ പരിപ്പും എൻ്റെ ഒപ്പാണല്ലോ തക്കാളിയും പിന്നെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. ഒറ്റ വിസിൽ വന്നപ്പോൾ ഓഫാക്കിയെങ്കിലും അതിൽ ഒന്നിങ്ങനെ അതിങ്ങനെ വേറിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചുവന്നുള്ളി. അപ്പോൾ ഏട്ടനാണെങ്കിൽ അത് മുഴുവനോടക്കനെ അങ്ങനെ കഴിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ആദ്യം തക്കാളിയും പരിപ്പൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ പിന്നെ വിസിൽ വരുത്തൊന്ന് അടച്ച് വെച്ചിട്ട് വെറുതെ വേറൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ ചുവന്നുള്ളി വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് ചുവന്നുള്ളി ഒന്നും ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ അങ്ങനെ തന്നെ അതേ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്താൽ തന്നെ എന്തൊരു മണമെന്നറിയോ അപ്പം തന്നെ. അപ്പോൾ നമ്മുടെ പാല് കാച്ചുമ്പോൾ മേടിച്ച കലാണ് ഇട്ടത്. പാല് കാച്ചുന്ന സമയത്ത് തിളച്ച് പോവില്ലേ, ആ സമയത്ത് പാലിങ്ങനെ ഒഴുകി പോയിട്ടുള്ള പാടാണ് ഇപ്പോൾ ആ കലത്തുമ്പോൾ കാണുന്നത്. പിന്നെ അത് കഴുകിയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പാട് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത് ഞാനൊക്കെ മേലെ കയറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എടുത്തു. മറ്റേ കലം നമ്മുടെ പൊട്ടിയിലോ, എന്നപ്പോൾ ഇത് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനെടുത്തത് ഭയങ്കര കനമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊട്ടില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും ഇതേ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് തീർന്നിട്ടുണ്ടായിരുന്നു, മേടിക്കാൻ പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇപ്പം പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി 2-4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലപ്പൊടിയാണ് കേട്ടോ. മസാലപ്പൊടി നമ്മളിവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. പട്ടയും കരയാമ്പൂവും പിന്നെ ഏലക്കായും കുരുമുളക് പൊടിയും പെരിഞ്ചീരകം എല്ലാം കൂടി ഉണക്കിയിട്ട് നമ്മൾ പൊടിക്കില്ല, അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. മാഗി ക്യൂബ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇടുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾ പണ്ട് കാലത്ത് ആ ഒരു വെപ്പ് എന്നാണല്ലോ പറഞ്ഞേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗി ക്യൂബും വേണ്ട അല്ലേ. അപ്പോൾ അതെ, ഇനിയിപ്പോൾ ഒന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. 1 ടീസ്പൂൺ തന്നെ ഉണ്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ള. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ എന്തൊരു മണമായിരുന്നു എന്നറിയോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലോണം വേവണമല്ലോ. ചില ബീഫൊക്കെ വേവാൻ നല്ല പണിയാണ്. കുക്കറിലിട്ടാൽ തന്നെ വേവാൻ പണിയാണ് കേട്ടോ. എന്തായാലും അടുപ്പത്താവുമ്പോൾ പിന്നെയും അധികം നേരം വേണമല്ലോ വേവാനായിട്ട്. അപ്പോൾ കുറച്ചധികം വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. പിന്നെയും ഇത് വറ്റിയപ്പോഴും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് വെച്ചതിന് ശേഷം. അപ്പോഴിത് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട് അതിലെ തക്കാളിയും ചുവന്നുള്ളിയൊക്കെ. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഇഞ്ചിക്കല്ലിൻ്റെ ഉള്ളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതായത് കൈയും കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതങ്ങനെ നമ്മുടെ അടുപ്പത്ത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും അഭിപ്രായമാണല്ലേ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ മുറ്റത്ത് അടുപ്പിൽ കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യണം എന്നൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ രാവിലെ തന്നെ അവിടെ പോയി അടുപ്പത്ത് ഓരോന്ന് വയ്ക്കാൻ നിന്നാൽ പിന്നെ ഗ്യാസുമ്മേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കൽ എളുപ്പമല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അതേ പണി കിട്ടിയേക്കല്ലേ. പിന്നെ നിങ്ങൾക്കും അറിയുന്നുണ്ടാവും, ഒരു വീടാകുമ്പോൾ അത്യാവശ്യം പണികളുണ്ടാവും. അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എല്ലാതും ചെയ്യണം.
അപ്പോൾ അതൊക്കെ എനിക്കാണെന്ന് വെച്ചെങ്കിൽ എന്നും അടിച്ചു വാരലും തുടയ്ക്കലും പിന്നെ നമ്മുടെ ക്ലീനിങ്ങും പിന്നെ തുണികൾ കഴുകലും അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം സമയമാവും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്രയും നമുക്ക് പിന്നെ ഒരു റെസ്റ്റും ഉണ്ടാവണില്ല ദിവസം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാം എന്നൊക്കെ ഞാൻ ആദ്യം തന്നെ അടുപ്പുണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റി വെക്കണം എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ചെറുതിൽ ഉണ്ണിച്ചോറൊക്കെ വെച്ചിട്ട് കളിക്കുമല്ലോ, ചോറും കറിയൊക്കെ വെച്ചിട്ട് മുറ്റത്ത് കളിക്കും. ആ ഒരു ഓർമ്മയൊക്കെയാണ് കേട്ടോ. നമ്മൾ എത്ര വളർന്നാലും നമ്മളെ ഒരു ചെറുപ്പം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് പക്ഷെ നമുക്കധികം സമയം വേണം. എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഓരോ സാധനങ്ങളും അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് അങ്ങനെ വേഗം വേഗം പണികൾ കഴിക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഓരോ സാധനങ്ങളും എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പം നേരത്ത് അടുപ്പത്ത് പിന്നെ എന്തെങ്കിലും കാക്ക എന്തെങ്കിലുമൊക്കെ വരുമോ എന്നൊക്കെ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അമ്മീനെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മിത്തറ ഉണ്ടാക്കിത്തരാമെന്ന് കുറേ ദിവസമായിട്ടോ ഏട്ടൻ പറയുന്നു. പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ തന്നെ ഒരു 2-4 കല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ അമ്മീനെ ഇവിടെ കൊടുന്ന് കഴുകി ഇന്നലെ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇരുമ്പം പുളിയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അതിലിട്ടിട്ട് അരച്ചു. എന്നിട്ട് അതൊക്കെ വെച്ച് ഉരച്ചിട്ടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നിറയെ മണ്ണുണ്ടായിരുന്നു അതിലൊക്കെ. അപ്പം അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്കതിലും ഈ പറയണ പോലെ സമയത്തിനനുസരിച്ച് എന്തെങ്കിലും അരയ്ക്കണതും കുക്കിങ്ങും ഒക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മീനൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കണത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണം, ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഓടി നടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടുപ്പത്ത് നായ്ക്കളൊക്കെ അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് തിളച്ചാൽ പിന്നെ അവർ വരില്ല. അത് നല്ല ചൂടൊക്കെ ആണല്ലോ. അപ്പം ഞാനിതേ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ അച്ഛനും മോളും കൂടിയിട്ട് ഫുള്ള് നനയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഫുള്ള് ഞാനായിരുന്നു കേട്ടോ നനച്ചിരുന്നത്. ഇന്നലെ പകൽ തന്നെ ഒരു 5-6 പ്രാവശ്യമൊക്കെ നനച്ചിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല തീ പോലത്തെ വെയിലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിള്ളലൊക്കെ വരും. അപ്പോൾ നമുക്ക് ആറ്റുനോറ്റ് കിട്ടിയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് കാലം അങ്ങനെ നല്ലപോലെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നനയ്ക്കലാണ് കേട്ടോ. ഇന്നലെ ചാച്ചിക്കുട്ടീനെ ഞാനിങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല കേട്ടോ. നല്ല വെയിലല്ലേ. ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ ആവാറായി. ആ സമയത്ത് പനിയും ചുമയും കഫക്കെട്ടൊക്കെ വന്നാൽ പിന്നെ മാറാനും പണിയാണ്. അപ്പം ഇന്നിപ്പോൾ ഇത് അച്ഛൻ്റെ കൂടെ അവളും കൂടിയിട്ട് നനയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് പരീക്ഷയൊക്കെ വരാൻ പോണത്, വെയിൽ കൊള്ളണ്ടെന്നൊക്കെ. അപ്പോൾ ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവളുടെ ഭാഗം നനയാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. റോഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിതേ വേഗം തിരിച്ചു വന്നു കേട്ടോ. നമ്മുടെ അടുപ്പത്ത് സംഭവം ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം അത് നോക്കിയപ്പോഴേക്കും വെള്ളം കുറച്ചുണ്ട്. പക്ഷെ വെന്തിട്ടുമില്ല കേട്ടോ, വേവറായിട്ടുമില്ല. അപ്പം എന്തായാലും ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് കുട്ടിക്കാലം ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ഞാൻ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതങ്ങനെ അടച്ചു. ചെറിയ തീയിലാണ് കേട്ടോ അങ്ങനെ കിടന്ന് വേവണത്. വല്ലാണ്ട് ആളി കത്തിച്ചാൽ അതിന് ആ ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി പോകും. പിന്നെ നമ്മുടെ കണ്ണ് തെറ്റി ചിലപ്പോൾ അടിക്കും പിടിക്കും. അപ്പം ഞാൻ ചെറിയ തീ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അത് കത്തിച്ചെടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉണങ്ങിയ വിറകൊക്കെയാണല്ലോ, അത്യാവശ്യം കനൽ അതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടും നല്ലോണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചൂടും ഇല്ല കേട്ടോ. നല്ല അതിൽ നമുക്കിരുന്ന് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചൂടെടുക്കണമെന്ന് നമ്മുടെ അടുത്തേക്ക് ചൂടേ ഇല്ല. അടുപ്പിൽ നല്ല ചൂടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അടുപ്പുണ്ടാക്കുന്ന സമയത്ത് നല്ല കുഴി ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പുണ്ടാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അടുപ്പിൽ നല്ല പിന്നെ ചൂടും ഉണ്ടാവും. നമ്മളിരിക്കുന്ന ഭാഗത്തേക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ കത്തണ തന്നെ അറിയുന്നില്ല കേട്ടോ. കണ്ടില്ലേ, വലിയ പുകയൊന്നും അങ്ങനെ പോകണില്ല. കെടുമ്പോൾ മാത്രമാണ് കേട്ടോ നല്ലോണം പുക പോണത്. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അയ്യോ എൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ ചെമ്പ് അടുപ്പത്ത് വെച്ച് അത്രയും കരിച്ചിട്ടില്ല കേട്ടോ. ഇത് കഴുകാൻ എത്ര പാടുപെടുമെന്ന് അറിയില്ല. വെണ്ണീറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മൂട്ടിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ കുറച്ച് ഒരു വലിയ ടീസ്പൂണ് നെയ്യും വലിയ ടീസ്പൂൺ, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണ് ഡാൽഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും പെരിഞ്ചീരകവും പിന്നെ എന്താ പറയുക
ബേ ലീഫൊക്കെ ഉണ്ടല്ലോ എല്ലാ സംഭവവും അതിലേക്ക് കുറച്ചാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളകും കറിവേപ്പിലും പിന്നെ കുറച്ച് സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. സവോള അരിഞ്ഞെടുക്കാനായി ഞാൻ പറഞ്ഞത് ഇവിടെ ചെയ്യുമ്പോൾ അതിപ്പോൾ അടുക്കളയിലാണെങ്കിൽ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞിടാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഗ്യാസിൽ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇനി പോയിട്ട് അതൊന്നും അരിയാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇത് കത്തിക്കരിഞ്ഞ് പണി കിട്ടും. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ 4 കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വെച്ചു. അപ്പോഴേക്കും ഞാൻ അരി കഴുകിയിട്ട് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ഓടിപ്പോയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അടുപ്പ്. അപ്പോൾ അതൊന്ന് തിളച്ചാൽ നമുക്ക് ഇത് തീയൊക്കെ അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇത് നല്ല അടിക്കട്ടി കുറഞ്ഞ പാത്രമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഡാൽഡ നെയ്യൊക്കെ ഇട്ടപ്പോഴേക്കും കണ്ടില്ല നല്ലോണം പുകയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീയൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഇതിന്മേൽ കുടിക്കാനായിട്ട് വെള്ളം വെക്കണം. ഞാൻ വിചാരിച്ചു കേട്ടോ, ഇവിടെ വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൽ തന്നെ ഉപ്പേരി വെച്ചെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് വെക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇടിച്ചക്ക ഉണ്ടല്ലോ, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഉപ്പേരി വെച്ചേക്കാം. അപ്പോൾ 4 മണിക്ക് ചായക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ അലക്കലും പിന്നെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ചുമോള് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്, തുടയ്ക്കണം, അതൊക്കെ ഇനി പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഇനി റിസ്കിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. കുടിക്കാനുള്ള വെള്ളം വെച്ചു. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്കത് ഉണ്ടാക്കാമല്ലോ, കഴിഞ്ഞാൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതേ നമ്മുടെ അടുപ്പും അമ്മിയും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കി ഇരുന്നു കേട്ടോ, പതിവ് പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോഴേക്കും മക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ, ചോറായില്ലേന്ന് 2-3 പ്രാവശ്യം വന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.